ഋതുവിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടാവുമല്ലോ രാജു. ഇസ്ന്റ് ദാറ്റ് നാച്ചുറൽ? അതല്ല, ഏതെങ്കിലും ടെൻഷൻ എന്നോട് പറയാൻ കഴിയാതെ വിഷമിക്കാണോ? എനിക്കെന്താ രാജുവിനോട് ഒളിച്ചു വെക്കാനുള്ളത്? ഒന്നുമില്ല രാജു. രാജു വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്ത് തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ ഒന്നുമില്ല. ഋതു ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോകുമ്പോ എനിക്ക് എന്തോ ഒരു പേടി, അതും ഈ രാത്രിയില്. ഞാൻ സ്വാതി ഒന്ന് കാണാന്ന് കരുതി പോയതാ, ഇലക്ഷൻ കാര്യങ്ങൾ ചോദിക്കാൻ. എന്നിട്ട് സ്വാതിയെ കണ്ടോ? കണ്ടില്ല, ഞാൻ അവിടെ വരെ പോയില്ല. ഋതു പരസ്പര ബന്ധമില്ലാത്തതുപോലെയാ പലതും പറയുന്നത്. സത്യം പറ, ഋതുവിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. പറയേ, എന്നോട് തുറന്നു പറയേ. ഒന്നുമില്ല രാജു, രാജുന് വെറുതെ തോന്നുന്നതാ. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ അച്ഛൻ ജയിക്കുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ആ കാര്യത്തിൽ ഋതു ഒട്ടും പേടിക്കണ്ട. ഇലക്ഷനില് വർമ്മ സാറ് ജയിക്കും. വെറും ജയമല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള ജയം. ഹലോ, പവിത്ര. ഇലക്ഷൻ തിരക്കുകളുടെ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞു തോന്നുന്നു. നന്നായിട്ട് കുറഞ്ഞു. ശരിക്കും പവിത്ര രാവിലെ എന്നെ കോൾ ചെയ്യുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കോൾ വന്നതും ഇവിടെ വീടിന് ചുറ്റും ആളുകളാ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു തവണ ഞാൻ പവിത്രയെ വിളിച്ച് സംസാരിച്ചത് ആർക്കൊരു പ്രശ്നമായി തോന്നിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കുന്നത് തെറ്റെന്നാണോ സാർ പറയുന്നത്? തീർച്ചയായും. ഞാനിപ്പോ ജീവിതത്തിൽ ഒരു ഒറ്റത്തടിയാ. പവിത്ര പറഞ്ഞതനുസരിച്ച് പവിത്രയും തനിച്ച് ജീവിക്കുന്ന ഒരാളാ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു സൗഹൃദവും ബഹുമാനവും എനിക്ക് പവിത്രയോടുള്ളത്. അത് പക്ഷേ ആ സെൻസിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഇയാൾക്ക് വ്യക്തമാകുന്നുണ്ടോ? അപ്പോ എന്നെ നേരിൽ കാണണം, സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞതോ? ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. നേരിൽ കാണാനും കാണുമ്പോൾ പറയാനും ഉണ്ട്. പറയാനുള്ളത് എന്തായാലും ഫോണിലൂടെ ഇപ്പൊ പറഞ്ഞൂടെ? അത് പറ്റില്ല. നേരിട്ട് പറയാനുള്ളത് നേരിട്ട് തന്നെ പറയണം. ഇതെന്താ പ്രതാപൻ ഇതുവരെ ഇല്ലാത്തൊരു സംസാര രീതി? വർമ്മ സാറിനെ പോലെ വലിയൊരാള് ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ പറയുമ്പോ അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അത് ആർക്കായാലും ഉണ്ടാകുമല്ലോ. ഈ പറയുന്ന ആളും നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ. അങ്ങ് മേലേക്ക് പോകേണ്ട ജീവനൊക്കെ പിടിച്ചെടുത്തുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ആരോടാ സംസാരിക്കുന്നേ? ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ ഒന്ന് വന്നോട്ടെ. എന്താ ശരി? അല്ല, ആരാ ഈ വാതിൽക്കൊക്കെ വെള്ളം ഒഴിച്ചു വെച്ചേ? വെള്ളോ? എവിടെ? അല്ല, ആരാ പ്രതാപ ഫോണില്? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് അയച്ചേ. ശരി വർമ്മ സാറേ, ഞാൻ പിന്നീട് വിളിക്കാം. എന്തിനാ ചേച്ചി വീണ്ടും? എന്റെ ഭർത്താവിന് പവിത്രയോട് എന്താ പറയാനുള്ളതെന്ന് ഞാൻ അറിയണ്ടേ സുജാതെ?